നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ശശി തരൂർ എം പി. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെയാണ് തരൂരിന്റെ മോദി പരാമർശം. From the centrism, even left to center politics of the Congress party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ തരൂറിന്റെ മോദി സ്തുതി അത് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി. അതിനപ്പുറമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ദിരാഗാന്ധിയെയും അതോടൊപ്പം അടിയന്തരാവസ്ഥയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്ന ലേഖനം. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും മറ്റൊരു മോദി സ്തുതി കൂടി. ഇത് ചെറുതല്ല, തലവേദന എന്നൊന്നും പറഞ്ഞാൽ പോരാ. കോൺഗ്രസിനെ സംബന്ധിച്ച് പൊറുതിമുട്ടിയ അവസ്ഥയാണ് തരൂറിനെ കൊണ്ട് അത്തരത്തിൽ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക്, ആ സമ്മർദ്ദത്തിലേക്ക് പാർട്ടി എത്തുന്ന സാഹചര്യം എന്ന് പറയേണ്ടി വരും അല്ലേ? അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി ഇത്തരത്തിൽ മോദിയെ പ്രശംസിക്കുകയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശശി തരൂരിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആദ്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആകുന്നത് ആരാണ് എന്നടക്കമുള്ള ഒരു സർവേ അത് പങ്കുവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കാണുകയും ചെയ്തു. അതിൽ നേതാക്കൾ അത് തള്ളി രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഗാന്ധി കുടുംബത്തിനെതിരെയും ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് ലേഖനം എഴുതിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. ഇതിലൊന്നും തന്നെ ഒരു ഹൈക്കമാൻഡ് ഇതിൽ ഒരു പ്രത്യക്ഷ തരത്തിലേക്ക്, ഒരു പ്രതികരണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് തരൂരിനോട് രാഹുൽ ഗാന്ധി സംസാരിക്കണം, ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണം ചോദിക്കണം, നടപടി കൈക്കൊള്ളണം എന്നുള്ള ഒരു ആവശ്യമാണ് ദേശീയ നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടത്തിയ വിദേശ സന്ദർശനത്തിൽ ഇതേ രീതിയിലുള്ള പരാമർശം ശശി തരൂരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയത്തിന് പുറമെ, അല്ലെങ്കിൽ അത് വ്യതിചലിച്ചുകൊണ്ട് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് പല പരാമർശങ്ങളും നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിലൊക്കെ ഒരു മൗനം പാലിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു കേന്ദ്ര നേതൃത്വം, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. കാരണം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ആരും കടക്കരുത്, തരൂരിന്റെ വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു അന്ന് കൈക്കൊണ്ടത്. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഉടൻ തന്നെ, അതായത് പാർലമെന്റ് സെഷൻ തുടങ്ങാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കണം. തരൂരിനോട് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ചോദിച്ചറിയണം. ഒപ്പം തന്നെ നേതാക്കന്മാർക്കിടയിൽ ഇത്രത്തോളം അമർഷം ഉണ്ടായിട്ടും ഒരു BJP നേതാവിനെ പോലെ തന്നെ നമുക്ക് പലപ്പോഴും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകീർത്തനം ഉണ്ടായിട്ട് പോലും, തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഈ മൗനം? അത് തന്നെയാണ് പ്രധാനമായും എല്ലാ നേതാക്കളും ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും ഇത്രയും അധികം രൂക്ഷമായ വിമർശനം ഗാന്ധി കുടുംബത്തിനെതിരെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിക്കുന്നു, ഒരു MP ഉന്നയിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല നടപടിയും പ്രകീർത്തിച്ചുകൊണ്ടും ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ്, ഒരു MP തന്നെ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇതിലൊക്കെ എന്തുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സെഷൻ ഈ മാസം 21-ന് ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ തരൂരിനോട് വിശദീകരണം ചോദിക്കണം, ഒപ്പം തന്നെ തരൂരിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. കാരണം ഇപ്പോഴും സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ദേശീയ നേതൃത്വമാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്, CWC അംഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നടപടി സ്വീകരിക്കേണ്ടതും വിശദീകരണം ചോദിച്ചറിയേണ്ടതും ഒക്കെ ദേശീയ നേതൃത്വത്തിന്റെ കടമയാണ്. തങ്ങൾക്കതിൽ കടന്നു കയറാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. സംസ്ഥാന നേതൃത്വത്തിനും അതേ സമാനമായ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തി നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഇന്നലെ നടന്ന ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംവാദത്തിനിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം, മോദി സ്തുതി വീണ്ടും നടത്തിക്കൊണ്ട് ശശി തരൂർ വീണ്ടും വിവാദങ്ങളിലേക്ക് വരുന്നത്. കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം തേടും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാകുകയാണ്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.